ഇത് പർവ്വതം കണക്കിന് കത്തിപ്പിടിച്ചോണ്ടിരിക്കല്ലേ. ഇത്രയും വെളിച്ചുണ്ട്. ഈ മൊത്തം കണ്ട, മൊത്തം വെളിച്ചം കയറുന്നതുകൊണ്ട് ഒന്നും ക്ലിയർ അല്ല. എന്നാലും നോക്കാം. അത്രയും ഫോഴ്സിൽ മറ്റേ പിന്നെ ഫയർഫോഴ്സിൻ്റെ വെള്ളം ചീറ്റിക്കൊണ്ടിരിക്കുന്നെങ്കിലും പക്ഷെ കെടുന്നില്ല കേട്ടാ. പിന്നെയും പിന്നെയും തീ കൂടിക്കൊണ്ടിരിക്കുക. ഇത് ഇത്ര കെടുത്തിയാലൊന്നും തീരുമെന്ന് നമുക്ക് തോന്നുന്നില്ല. അപ്പുറത്തെ കുപ്പിച്ചില്ലും മറ്റേ ഇതെല്ലാം പൊട്ടിത്തെറിക്കുന്നുണ്ട് എയർ കയറിയിട്ട്. കെടുത്തിയിട്ട് പിന്നെയും പിന്നെയും കത്തിക്കൊണ്ടിരിക്കുക. ഇത് ഇന്നൊന്നും തീരുന്നില്ല. ഇത്രയും വലിയ തീയാന്ന് ആരും പ്രതീക്ഷിച്ചില്ല കേട്ടാ. ഞാൻ അങ്ങന്ന് ഓട്ടോ ഓടിച്ചിട്ട് വരുന്നതാ. ആ അങ്ങേ ഒരു കാണുന്നില്ല. ഇത് അങ്ങേ മൂലക്കൂടി റോഡുണ്ട്. അതിലെ കൂടി ഓട്ടം പോകുമ്പോൾ ഇവിടുന്ന് അടിച്ചും തീ. പക്ഷെ ഇത് തീ നമ്മൾ വിചാരിച്ച അപ്പുറത്തെ റബ്ബർ തോട്ടം ഉണ്ട്. ആ റബ്ബർ തോട്ടത്തിൽ നിന്ന് കത്തുന്ന വിചാരിച്ചേ. കാരണം അത്രയും ഹൈറ്റിൽ പൊങ്ങിക്കൊണ്ടിരിക്കുക. അല്ലാണ്ട് ഇത്രയും കത്താൻ വഴിയില്ല. ഇത് കുറച്ചൊരു കുഴി പോലത്തെ ഒരു സ്ഥലമാണ്. ഇവിടുന്ന് കത്തിക്കഴിഞ്ഞാൽ അങ്ങനെ കാണാനില്ല. പക്ഷെ അത്രയും ഹൈപ്പിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അങ്ങ് അത്രയും ദൂരത്ത് നിന്ന് കണ്ടത്. തിരിച്ചു വന്ന് നോക്കിയിട്ടും എൻ്റെ അമ്മ ഇത്രയും വലിയ കത്തലാന്ന് വിചാരിച്ചില്ല കേട്ടോ. ബിൽഡിംഗ് അടക്കം ആ കമ്പി പഴുത്തിട്ട് ഒടിഞ്ഞിരിക്കുക. ബിൽഡിങ്ങിൽ മൊത്തം നമ്മൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ നിറച്ചും വെള്ളമില്ല, അതുപോലെ നിറച്ച് ആ ബിൽഡിങ് മൊത്തം തീയ. അതിൻ്റെ ഉള്ളിൽ മൊത്തം ഒരു ഗ്യാപ്പ് പോലും ഉണ്ടാവില്ല. പോയാൽ വെന്ത് ഉരുകിയിട്ട് വരും. എത്ര തന്നെ കണ്ടാ. അപ്പുറന്ന് പടക്കല്ല പൊട്ടണത്, ചില്ലും കുപ്പി എയർ കുടുങ്ങിയിട്ട് പൊട്ടണതാ. അവരെ ഓരോരോ സൈഡ് ഇത് എന്ത് വലക്കന്മാർ ഇവരൊന്നും ഒരു കനത്തിൽ കൊണ്ടുപോയിട്ട് അത് മൊത്തം തീർക്കാന്നല്ലാണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചീറ്റിക്കൊണ്ടിരിക്കുക. നമ്മളെ ചെടി നനക്കും പോലെ. അങ്ങനെ വെച്ചിരുന്ന കാര്യം പവറിൽ ഒരു സൈഡ് ആദ്യം തീർക്കുക, എന്നിട്ട് അപ്പുറ സൈഡിലേക്ക് പോവുക. അവിടെ ചിരിഞ്ഞിട്ട് തീരുന്നില്ലല്ലോ. വെള്ളം മൊത്തം ആ തീയിൽ ഉരുകി പോയില്ലേന്ന്. അപ്പുറത്ത് കേട്ടാ കടിയൻ, ഇവിടെ ചെറുത്. ഈ ചെറുത് തന്നെ കടത്താൻ ഇവർക്ക് കഴിയുന്നില്ല. അമ്മാരി തീ അതിൻ്റെ ഉള്ളിലുള്ളു. അത്രയും പ്ലാസ്റ്റിക്കാണേ. അത് നിറഞ്ഞിട്ടാണ് പുറത്ത് കൊണ്ടുവച്ചത്. ആ പുറത്ത് മൊത്തം തീയും കയറി. ഇത് ആരെങ്ങനെ ഇട്ടോ ഒന്നും അറിയില്ല. എങ്ങനെ ഇതിൻ്റെ ഈ ബിൽഡിങ്ങിനുള്ളിലേക്ക് എങ്ങനെ കയറിയെന്നൊരു പിടുത്തമില്ല. ഓ കണ്ട, ഇപ്പുറത്ത് നനച്ച് തീർന്നതാ. ഈ സൈഡ് കണ്ട, ഈ സൈഡിൽ നനച്ച് തീർന്നിട്ടും വീണ്ടും വീണ്ടും കത്തിക്കൊണ്ടിരിക്കുക അവിടെ. അത് തീർന്നിട്ടില്ല തന്നെ. പവറില്ലല്ലോ, വെള്ളത്തിനൊന്നും പവറില്ലല്ലോ. ഒരു സൈഡ് കെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി അടിച്ചോണ്ട് നല്ലോണം കത്തിക്കൊണ്ടിരിക്കില്ല ചെയ്യാ. ഒരു ബിൽഡിങ്ങിൽ തീ പിടിച്ച് ഇത്രയും കത്താൻ മാത്രം ഉണ്ട്. അത് മൊത്തം പ്ലാസ്റ്റിക് ആണോട്ടെ ഇങ്ങനെ കത്തുന്നത്. നാളെ കാണാം ഇതിൻ്റെ അവസ്ഥ എങ്ങനെയാന്നുള്ളത്. ഇവിടെ വരുന്നവനും പോകുന്നവനൊക്കെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. അത്രയും ആൾക്കാരുണ്ട് ഇവിടെ. അതാ ഏതോ അറിയാത്ത ഒരുത്തം വരുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞ് കണ്ണാടിപ്പാ റോഡിലേക്ക് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. എന്താ ചെയ്യുക, അതതിനപ്പുറത്തെ അറിയാത്തവന്മാർ വരെ എടുത്തേക്ക് വരുന്നത്. അത്രയും തീയാണേ. പക്ഷെ വീഡിയോയിൽ ഇത്ര കാണിക്കാൻ പറ്റില്ല. ഇത് ഒരു ചെറിയൊരു വീട് പോലത്തെ എന്ന് വിചാരിക്കുള്ളൂ. പക്ഷെ അതിനപ്പുറത്ത് വേണ്ട അമ്മാതിരി കത്തലാത്തിക്കൊണ്ടിരിക്കുക. ഈ ഗ്രൗണ്ടിൽ നിന്നൊക്കെ നമ്മൾ കളിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. അപ്പുറത്ത് തീ കെടുത്താനും പറ്റുന്നില്ല. ഒരു സൈഡ് അണഞ്ഞ് വരുമ്പോഴേക്കാണ് ഇപ്പുറത്ത് ആ കെടുത്തിയ സാധനം പിന്നെയും പൊങ്ങി വരിക. എന്നിട്ട് ഇപ്പുറത്ത് കിടത്താക്കുമ്പോൾ അപ്പുറത്ത് നല്ലോണം ഹൈപ്പിൽ കത്തുന്ന വേണ്ട. നരകം പോലത്തെ ചൂടാട്ടാ ഇത്. അത്രയും തീയുണ്ട്. പക്ഷെ ഇവിടെ അടുത്തേക്കൊന്നും പോകാൻ പറ്റത്തില്ല. മൊത്തം പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെയാണ്. കുപ്പിച്ചില്ലും ടക്ക ടക്കാന്ന് പറഞ്ഞാൽ പൊട്ടുന്നുണ്ട്. ലാവ തിളച്ച് മറിയുന്ന പോലെ ഇടുന്ന അപ്പുറത്ത് ഇപ്പുറത്ത് നല്ല തിളച്ചുകൊണ്ടിരിക്കുക. എന്നാ ചെയ്യാനാ, അമ്മാതിരി തീയ ഇവിടെ വേണ്ട.
ഉണ്ടോ? പ്രകാശമായിട്ട് മൊത്തം ഒന്നും കാണാൻ പറ്റുന്നില്ല. എവിടെ നിന്നൊക്കെ പൊട്ടി പൊട്ടി തീരുന്നുണ്ട്. അത് ബോംബല്ല പൊട്ടുന്നത്, എയർ കുടുങ്ങിയിട്ട് കുപ്പിച്ചില് പൊട്ടുന്നതാ. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഞാൻ കാണിച്ചത് ഉണ്ടോ? ഏതോ ഡാഷിൻ്റെ മോൻ കല്ല് പെറുക്കി എറിയുന്നുണ്ട്. എൻ്റെ മേത്തുണ്ടെങ്കിൽ അടിച്ച് തീയിലേക്ക് ഞാൻ എടുത്തിടും, അത് വേറെ.